മച്ചാമാരെ, കടലിനെ തൊട്ട് സമീപത്ത് തന്നെയുള്ള കായലിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത്. ഈ കയറി കിടക്കുന്നത് മുഴുവൻ കായൽ വെള്ളമാണ്. കായൽ വെള്ളത്തിലും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലൊക്കെ കരിമീനുകൾക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട്. കായൽ വെള്ളത്തിൽ ശരിക്കും അവർ പ്രജനനം നടത്തും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്പോട്ടുകളിലൊക്കെ നമ്മൾ കരിമീന് വേണ്ടി ടാർഗറ്റായി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കരിമീനുകൾ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ചില ദിവസങ്ങളിൽ കൊത്തത്തില്ല. കൊത്തുന്ന ദിവസം മാരകടി അടിക്കുകയും ചെയ്യും. അതുകൊണ്ട് കിട്ടുമ്പോൾ എല്ലാത്തിനെയും പിടിച്ചെടുത്തോളണം. ആ ദിവസം മാക്സിമം എണ്ണത്തെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നായിട്ട് നല്ല അടിച്ചു ഒന്നും പറയാനില്ല. നമ്മുടെ പ്രതീക്ഷേട്ടൻ ഒരു മുട്ടൻ കരിമീനെ പൊക്കി കയറ്റിയിരിക്കുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാണ്ടുള്ള കരിമീൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പൊരികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മച്ചന്മാരെ, നമ്മൾ കരിമീൻ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന കാഴ്ചയാണിത്. ഇതെല്ലാം പള്ളത്തികളാണ്. പള്ളത്തിയുടെ ചെറിയ കുട്ടികളാണ്. ഈ കരിമീനും പള്ളത്തിയും തമ്മിലൊരു ബന്ധമുണ്ട്. കരിമീനുള്ള എല്ലാ സ്പോട്ടിലും തന്നെ പള്ളത്തികളും ഇതുപോലെ തന്നെ കൂട്ടമായിട്ടുണ്ടാവും. മച്ചന്മാരെ, റിൻഷാദിക്ക കരിമീന് വേണ്ടി ബെയ്റ്റ് ഇറക്കിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഒരു മുട്ടൻ കരിമീൻ നമ്മുടെ റിൻഷാദിക്കയുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് റിൻഷാദിക്ക് ഫ്ലോട്ടിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചിമിട്ടൻ കരിമീനാണ്. ഏത് സമയത്ത് വേണം ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് റിൻഷാദിക്ക നിൽക്കുന്നത്. മിക്കവാറും ഇപ്പം തന്നെ അവൻ ബെയ്റ്റ് വിഴുങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. റിൻഷാദിക്ക ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപ്പൊരി ഹുക്കപ്പ് കൊടുത്ത് അവനെ റിൻഷാദിക്ക ചൂണ്ടയിൽ ലോക്കാക്കാം. വലിച്ചുകൊണ്ട് കരിമീൻ തന്നെയാണ്, കൺഫേം ആയിരിക്കുകയാണ്. റിൻഷാദിക്ക വെയിറ്റ് ചെയ്യുക. ഇതാണ് ശരിക്കും ഒരു ചൂണ്ടക്കാരന് വേണ്ടത്. കറക്റ്റ് സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് ഹുക്കപ്പ് കൊടുക്കണം. അതെ, കരിമീൻ്റെ വായിൽ തന്നെയാണ് ബെയ്റ്റ് ഉള്ളത്. പക്ഷേ അവൻ വായിൽ ബെയ്റ്റ് വെച്ചിട്ട് ഓടാണ്ട് നിൽക്കുകയാണ്. അത് കറക്റ്റായിട്ട് നിഷാദിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ്റെ ചുണ്ടത്താണ് ബെയ്റ്റ് ഇരിക്കുന്നത്. അവൻ ബെയ്റ്റ് വായിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ റണ്ണിങ്ങിലായിരിക്കും ചിലപ്പോൾ അവൻ ഫുള്ളായിട്ട് തന്നെ ബെയ്റ്റ് വായിലാക്കുന്നത്. ആ ഫ്ലോട്ടൊന്ന് ശരിക്കും മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് റിൻഷാദിക്ക വെയിറ്റ് ചെയ്യുന്നത്. ഏത് സെക്കൻഡ് വേണമെങ്കിലും അതെ ഏകദേശം സമയമായിട്ടുണ്ട്. ഹുക്കപ്പിനുള്ള സമയമായിട്ടുണ്ട്. ഈ മീൻ ഒരു കാരണവശാലും മിസ്സാവില്ല എന്ന കാര്യം നമുക്ക് 100% ഉറപ്പാണ്. നല്ല പട്ട കരിമീൻ അടിക്കുക ഹുക്കപ്പ് കൊടുക്കുക. റിൻഷാദിക്ക ഇത്ര വെയിറ്റ് ചെയ്യില്ലേ? നല്ല വെയിറ്റ് ചെയ്തിട്ടാണ് റിൻഷാദിക്ക മിസ്സായിരിക്കുകയാണ്. അവസാന നിമിഷം നമുക്ക് ആ പട്ട കരിമീൻ മിസ്സായിരിക്കുകയാണ്. പക്ഷേ അവന് നൊന്നിട്ടൊന്നുമില്ല. ഉറപ്പായിട്ടും അവൻ ഇപ്പം തന്നെ വീണ്ടും വരും. റിൻഷാദിക്ക അവനെ പൊക്കാൻ വേണ്ടിയിട്ട് അടുത്ത ബെയ്റ്റ് കോർക്കുകയാണ്. മച്ചന്മാരെ, ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി അടിയും പൊട്ടുന്ന ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല മുട്ടൻ കരിമീനുകളാണ് ഇപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വേണമെങ്കിൽ നമ്മുടെ രമേശേൻ്റെ ചൂണ്ടയിൽ ഒരു തകർപ്പൻ അടി ഇവിടുന്ന് പൊട്ടാം. മീനുകൾ നമ്മുടെ അടിച്ചു രമേശേൻ്റെ ചൂണ്ടയിൽ അടി പൊട്ടിയിരിക്കുക. പതുക്കെ പൊളി കരക്കെത്തിയിരിക്കുകയാണ്. രമേശേൻ്റെ ചൂണ്ടയിൽ ഒരു തകർപ്പൻ കരിമീനെ അടിച്ച് കരക്ക് കയറ്റിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. അവിടുന്ന് ഓടാനുള്ള സമയം പോലും രമേശേട്ടൻ കൊടുത്തില്ല. അടിച്ച് കരയെ കയറ്റി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പോളോട് വളഞ്ഞു കുത്തി. അതാണ് ഈ പോളോട് മീൻ പിടിക്കുമ്പോഴുള്ള ഒരു രസം.